ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവിത വിജയം കൈവരിക്കാൻ സാധിച്ച അത്ഭുതകരമായ ഫോർമുലയായ ഏൾ നൈറ്റിംഗേലിൻ്റെ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ടിൻ്റെ സംക്ഷിപ്ത രൂപമാണിത്. ഇത് ദിവസവും കേൾക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്താൽ നമുക്കും ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും പണവും പ്രശസ്തിയും അതിലേറെ മനസ്സമാധാനവും നേടാം എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഒരു വ്യക്തി വ്യക്തമായ ഗോൾ സെറ്റ് ചെയ്യുകയും പടിപടിയായി അത് നേടിയെടുക്കുകയും ചെയ്യുന്നതാണ് സക്സസ്. ഏകദേശം 10% കുറവ് ആളുകളെ വിജയിക്കുന്നുള്ളൂ. കാരണം 90% ആളുകൾക്കും വ്യക്തമായ ഗോൾ ഇല്ല. ഗോൾ ഇല്ലാത്തതുകൊണ്ടാണ് അവർ വിജയിക്കാത്തത്. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പോകുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു എന്നാണ് അവർ പറയുക. ഓർക്കുക, വ്യക്തമായ ഗോൾ ഇല്ലാത്തവർ പരാജയപ്പെടുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിജയികൾ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു, പരാജിതർ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുന്നതും. കാരണം വ്യക്തമായ ഗോൾ ഉള്ളവർ വിജയിക്കുന്നതും അതില്ലാത്തവർ പരാജയപ്പെടുന്നു. എന്താണ് വിജയത്തിലേക്കുള്ള താക്കോലും അതുപോലെ പരാജയത്തിലേക്കുള്ള താക്കോലും? ഏൾ നൈറ്റിംഗേൽ 20 വർഷത്തോളം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങൾ നമ്മളും മനസ്സിലാക്കി പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതം പഴയ മാതിരി ആയിരിക്കുകയില്ല. സൗഭാഗ്യങ്ങൾ ആകർഷിക്കപ്പെടും. നമുക്കുണ്ടായിരുന്ന വറി, ഉത്കണ്ഠ, ഭയം, ഡൗട്ട് തുടങ്ങിയവ നമ്മിൽ നിന്ന് ഓടിമറിയും, തീർച്ച. വി ബിക്കം വാട്ട് വി തിങ്ക് എബൌട്ട്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായിത്തീരും. ധനികനാകാൻ ആഗ്രഹിച്ചാൽ തീർച്ചയായും ധനികനാകും. പണ്ഡിതനാകാൻ ആഗ്രഹിച്ചാൽ അതായിത്തീരും. നല്ല ഒരു മനുഷ്യനാകാനാണോ ആഗ്രഹിച്ചത് എങ്കിൽ അതായിത്തീരും. തീവ്രമായ ആഗ്രഹം, അതാണ് വേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് അപ്രധാനങ്ങളായ മറ്റനവധി കാര്യങ്ങൾ അതുപോലെ തീവ്രമായി ആഗ്രഹിക്കരുത്. ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് തീർച്ചയായും സാധ്യമാകും. നമ്മൾ നെഗറ്റീവായി ചിന്തിച്ചാൽ നെഗറ്റീവ് റിസൾട്ട് കിട്ടും, പോസിറ്റീവായി ചിന്തിച്ചാൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടും. അത്രയ്ക്ക് സിമ്പിളാണ്. ചുരുക്കി പറഞ്ഞാൽ ബിലീവ് ആൻഡ് സക്സീഡ്. വിശ്വസിക്കൂ, വിജയിക്കൂ. നമ്മുടെ ഡൗട്ട്സ് വിശ്വാസവഞ്ചകനാണ്. അത് നമ്മെ വിജയിക്കുന്നതിൽ നിന്നും പുറകോട്ട് പിടിച്ചു വലിക്കുന്നു. പരിശ്രമിക്കാൻ പോലും പേടിപ്പിച്ച് നമ്മൾ വിജയിക്കുമായിരുന്ന കാര്യം പോലും ചെയ്യാൻ അനുവദിക്കാതെ. ആളുകൾ തങ്ങളുടെ പരാജയങ്ങൾക്ക് ചുറ്റുപാടുകളെ കുറ്റം പറയുന്നു. വിജയികൾ അനുകൂല സാഹചര്യം സ്വയം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ദിവസം മുഴുവൻ എന്താണ് ചിന്തിക്കുന്നത് അതായിത്തീരും. സ്പഷ്ടമായ ഗോളിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്, തീർച്ചയായും അത് യാഥാർത്ഥ്യമാകും. ഗോളില്ലാത്തയാൾ ചിന്തിക്കുന്നത് മുഴുവനും കൺഫ്യൂഷൻ, ഭയം, ഉത്കണ്ഠ, വറി തുടങ്ങിയവയായിരിക്കും. അതുതന്നെയാണ് അയാൾക്ക് ലഭിക്കുക. ഒരാൾ ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല എങ്കിൽ അയാൾ ഒന്നുമാകില്ല. നമ്മുടെ മനസ്സ് ഫലഭൂയിഷ്ഠമായ കൃഷിസ്ഥലം പോലെയാണ്. അതിൽ എന്താണ് നട്ടത് അനേകം ഇരട്ടിയാക്കി തിരിച്ചു നൽകും. എന്താണ് നട്ടതെന്ന് കൃഷിസ്ഥലം ആലോചിക്കുന്നില്ല. സ്പഷ്ടമായ ഗോളാണ് നട്ടതെങ്കിൽ അത് നൽകും. കൺഫ്യൂഷൻ, ഭയം, തെറ്റിദ്ധാരണ, ഉത്കണ്ഠ, വറി തുടങ്ങിയവയാണ് നട്ടതെങ്കിൽ അതായിരിക്കും തിരികെ ലഭിക്കുക 10 മടങ്ങായി. ഇതറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യ മനസ്സിനെ നന്നായി ഉപയോഗിക്കാത്തത്? കാരണം അത് ജനിക്കുമ്പോൾ ഫ്രീ ആയി കിട്ടിയതാണ്. പക്ഷേ ഒന്നോർക്കുക, നമുക്ക് ഫ്രീ ആയി കിട്ടിയ നമ്മുടെ ബുദ്ധി, ആത്മാവ്, ശരീരം, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, കുടുംബത്തോടും കുട്ടികളോടും ഉള്ള സ്നേഹം, ഇതൊക്കെയല്ലേ വിലമതിക്കാനാവാത്തത്? വിലപിടിപ്പുള്ള കാറോ വീടോ നശിച്ചു പോയാലും നമുക്കത് പുനഃസൃഷ്ടിക്കാം. പക്ഷേ ഫ്രീ ആയി കിട്ടിയ നമ്മുടെ ജീവനോ മനസ്സിനോ ബുദ്ധിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അത് സൃഷ്ടിക്കാൻ പറ്റില്ലല്ലോ. അതിനാൽ മനസ്സിനെ നന്നായി ഉപയോഗിക്കുക. നിങ്ങളുടെ ഗോൾ മനസ്സിൽ നടുക. അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം. നല്ല ജോലിയാണോ വേണ്ടത്? നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയിൽ ഉന്നതനാകാനാണോ ആഗ്രഹിക്കുന്നത്? ബിസിനസ്സിൽ ഉന്നത തലങ്ങളിലെത്തുകയാണോ വേണ്ടത്? എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ മനസ്സിൽ അതിൻ്റെ വിത്ത് പാകൂ. അതിനെ വേണ്ട വിധം ശുശ്രൂഷിക്കൂ. അതിനായി പ്രയത്നിക്കൂ.
തീർച്ചയായും അത് നേടും. ഭൂഗുരുത്വാകർഷണ നിയമം പോലെ അത്രയും സ്പഷ്ടമായ കാര്യമാണത്. നമ്മളെല്ലാവരും നമ്മുടെ ചിന്തകളുടെ ആകെത്തുകയാണ്. ഒരാൾ ഇന്ന് എന്താണോ അതിനു കാരണം അതാണ് അയാൾക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെയാണ് അയാൾ ചിന്തിച്ചത്. വിജയം തരുന്ന ഈ നിയമം ഇരുതല മൂർച്ചയുള്ള വാളാണ്. നമ്മൾ നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യണം. അതേ നിയമം നമുക്ക് സക്സസ് തരാം, ധനം തരാം, സന്തോഷവും അതുപോലെ തന്നെ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം തരാം. ഇതേ നിയമം തന്നെ നമ്മെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കും വീഴ്ത്താം. എങ്ങനെയാണോ നമ്മളതിനെ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ബലം കിട്ടുക. നല്ലതിനാണോ അതോ ചീത്തതിനോ? ഇതാണ് സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ്. നമ്മൾ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്കൊരു 30 ദിവസത്തെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ചെയ്ത് സ്വയം ബോധ്യപ്പെടാം എത്ര വലിയ റിസൾട്ടാണ് ജീവിതത്തിൽ ഇതിലൂടെ കിട്ടുന്നതെന്ന്. നന്നായി ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തെ വളരെ മെച്ചപ്പെട്ടതാക്കി മാറ്റും. ഇതിൻ്റെ ഫലം നിങ്ങളിടുന്ന എഫേർട്ടിന് ആനുപാതികമായിരിക്കും. നല്ല ഫലം ലഭിക്കുവാനായി നല്ലവണ്ണം പ്രയത്നിക്കണം. ഇനി എന്താണ് ആ പ്രയത്നങ്ങൾ എന്ന് നോക്കാം. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതായിത്തീരും എന്ന് ഉറച്ചു വിശ്വസിക്കുക. മനസ്സിൽ നിന്നും നമ്മെ ബന്ധിച്ചു നിർത്തിയിട്ടുള്ള സംശയങ്ങൾ, ഭയം, വറി തുടങ്ങിയ എല്ലാ ചങ്ങലകളെയും പൊട്ടിച്ചെറിയുക. നമ്മുടെ ലിമിറ്റേഷൻസ് എല്ലാം നമ്മുടെ തന്നെ സൃഷ്ടിയാണെന്ന് കാര്യം തിരിച്ചറിയുക. നമുക്കിപ്പോൾ നമ്മൾ വിശ്വസിച്ചിരുന്നതിനേക്കാളും വലിയ അവസരങ്ങളാണുള്ളതെന്ന് മനസ്സിലാക്കുക. ഇടുങ്ങിയ ചിന്താഗതി ഉപേക്ഷിക്കുക. ഇതൊന്നും എന്നെക്കൊണ്ട് സാധ്യമല്ല എന്ന് വിചാരിക്കരുത്. സാധ്യമാണെന്ന് ഉറച്ച് വിശ്വസിക്കുക. എന്തു പ്രശ്നമുണ്ടെങ്കിലും പോസിറ്റീവായി ചിന്തിക്കുക. വ്യക്തമായ ഗോൾ സെറ്റ് ചെയ്യുക. നമ്മുടെ ജീവിത ലക്ഷ്യത്തെ തോൽപ്പിക്കുവാനായി ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുക. നമ്മുടെ വരുമാനത്തിൽ നിന്നും 10% സേവ് ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആക്ഷൻ എടുക്കുക. ആശയങ്ങൾ അപ്രസക്തമാകും നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ. 30 ദിവസത്തെ ടെസ്റ്റ് എങ്ങനെ തുടങ്ങണമെന്ന് നോക്കാം. ഒരു പേപ്പറിൽ നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ടതെന്ന് വ്യക്തമായി എഴുതുക. അത് പണമാകാം, നല്ലൊരു ജോലിയാകാം, നല്ല കുടുംബജീവിതമാകാം. സ്പഷ്ടമായി നിർവചിക്കപ്പെട്ട ഗോളായിരിക്കണം അത്. ഈ പേപ്പർ നമ്മുടെ പക്കൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. രാവിലെ എഴുന്നേറ്റ ഉടനെയും ദിവസത്തിൽ പല പ്രാവശ്യവും രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപും ഇതിൽ നോക്കണം. ഈ 30 ദിവസം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വളരെ ഉത്സാഹത്തോടെ, സന്തോഷത്തോടെ, അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ ചെയ്യുക. നമ്മളിൽ വന്ന മാറ്റം കണ്ട് നമ്മളുമായി ഇടപഴകുന്ന ആളുകൾക്ക് അത്ഭുതം വരുമാറ് അത്രയ്ക്കും നന്നായി പ്രവർത്തിക്കുക. ഈ 30 ദിവസം നമ്മൾ ഭയക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കരുത്. എപ്പോഴെല്ലാം ഭയപ്പെടുത്തുന്നതോ നെഗറ്റീവോ ആയ തോട്ട് മനസ്സിൽ വരികയാണെങ്കിൽ അതിനെ പോസിറ്റീവായിട്ടുള്ള മെൻ്റൽ പിക്ചറായിട്ടോ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്തതായിട്ടുള്ള മെൻ്റൽ പിക്ചറായിട്ടോ റീപ്ലേസ് ചെയ്യുക. നമുക്ക് വിജയിച്ചേ മതിയാകൂ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് മുന്നേറുക. ഈ 30 ദിവസം നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ അനുവദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കൂ എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഗോൾ എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ചിന്തിച്ച് തലകുണ്ണാക്കേണ്ട. അത് നിങ്ങളെക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള പ്രപഞ്ചശക്തിക്ക് വിട്ടുകൊടുക്കുക. അത് നമ്മെ നേരായ പാതയിലേക്ക് നയിക്കും, തീർച്ച. ഒരിക്കലും വറി ചെയ്യരുത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ അസ്വസ്ഥരാകരുത്. സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും ഇരിക്കുക. ഓർക്കുക, വിതച്ചതേ കൊയ്യൂ. ഭയവും ഫ്രസ്ട്രേഷൻസും നെഗറ്റീവ് തോട്ട്സുമാണ് വിതച്ചതെങ്കിൽ അതേ കൊയ്യൂ. പോസിറ്റീവ് തോട്ട്സാണ് വിതച്ചതെങ്കിൽ അതായിരിക്കും കൊയ്യുന്നത്. പണം സമ്പാദിക്കുവാനുള്ള നേരായ മാർഗം മറ്റുള്ളവർക്ക് അവർക്ക് ഉപകാരപ്രദമായ പ്രൊഡക്ട്സോ സർവീസസോ കൊടുക്കുക എന്നതാണ്. നല്ലത് കൊടുക്കൂ. അതിനുള്ള ഫലം നമ്മൾ സർവീസ് കൊടുത്തയാളിൽ നിന്നും അഥവാ കിട്ടിയില്ല എങ്കിലും വിഷമിക്കേണ്ട. അത് വേറെ ചിലരിൽ നിന്നും നമുക്ക് ലഭിക്കും, തീർച്ച. നമ്മൾ വിജയിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ചികഞ്ഞ് ചിന്തിക്കാതിരിക്കുക. പകരം എങ്ങനെ വിജയിക്കാം എന്ന് ചിന്തിക്കുക. നമ്മുടെ സെൽഫ് ഇമേജ് മാറ്റുക. ഗോൾ അച്ചീവ് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയുള്ളയാളായി മാറുമോ അങ്ങനെയുള്ളയാളായി മാറിയതായി സങ്കല്പിക്കുക. അതുപോലെ പെരുമാറുക.
ഓൾറെഡി ഗോൾ അച്ചീവ് ചെയ്തതായി വിശ്വസിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുവാനായി നന്നായി പ്രയത്നിക്കുക. അത് അൺസക്സസ്ഫുൾ ആയി ജീവിക്കുന്നതിനേക്കാളും വളരെ സുഖകരമായിരിക്കും. 30 ദിവസത്തെ ഈ ടെസ്റ്റ് കഴിഞ്ഞാൽ ഒരു 30 ദിവസം കൂടി ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടി ആവർത്തിക്കൂ. ഈ വീഡിയോ ദിവസവും കേൾക്കുക, രാവിലെയും രാത്രി കിടക്കുന്നതിന് തൊട്ടു മുൻപും. നിങ്ങൾ സ്വപ്നം കണ്ടതിനേക്കാളും അധികം നിങ്ങൾക്ക് ലഭിക്കും. വളരെയധികം പണം ഒഴുകിയെത്തും. അതിലുമുപരി സമാധാനമുണ്ടാകും. ഇന്നു തന്നെ തുടങ്ങും. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ജീവിത വിജയം തീർച്ചയായും ഉണ്ടാകും. അനേകം പേർക്ക് ഉപകാരപ്രദമായ കാര്യമാണിത്. തീർച്ച ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ഫോർമുലയാണിത്. അതുകൊണ്ട് ഒട്ടും സംശയിക്കേണ്ട, തുടങ്ങിക്കോളൂ.